ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ വീട് മേടിക്കുന്നതിൻ്റെ തിരക്കും വീട് മേടിക്കുന്നതിന് ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടിയും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതിന് വീഡിയോ പോസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതായത് ഒരാൾ ചോദിച്ചേക്കുന്നു, കോൺഫിഡൻഷ്യാലിറ്റി കാരണം എനിക്ക് അയാളുടെ കമൻറ്റ് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും തോന്നിയല്ലോ പാവല്ലേ. അപ്പോൾ എന്താ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓസ്ട്രേലിയ വന്നിട്ട് എല്ലാവരും തിരിച്ചു പോരുന്നുണ്ടല്ലോ, അപ്പോൾ ഓസ്ട്രേലിയ അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള കമൻറ്റാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മലയാളീസ് നമ്മൾ എന്ത് കാര്യം നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മളതിൻ്റെ ഹെഡ് ടു ഫുട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. ഒരു 90% ആൾക്കാരും അങ്ങനെ ആയിരിക്കണം. ഞാനങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ, നമ്മൾ പോകുന്ന സ്ഥലത്തെപ്പറ്റി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. നമ്മൾ അവിടുത്തെ ഇപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു സ്ഥലത്തേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബെലറാത്ത് ഞാൻ സെലക്ട് ചെയ്ത് ബെലറാത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അഫോർഡബിൾ ആണോ, ഞാൻ UK പേ ചെയ്യുന്നതിനേക്കാളും റെൻറ്റ് എനിക്കിവിടെ കൊടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ കൊച്ചിനെ സ്കൂളിൽ വിടുന്നത് സ്കൂൾ ഒത്തിരി ദൂരത്താണോ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരുപാട് ദൂരത്താണോ ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന്, സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് മലയാളി കടകളുണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ ഗ്രോസറി മേടിക്കാനായിട്ട് ഒരുപാട് ദൂരം പോകണോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കഥകൾ UK വെച്ച് കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എത്താൻ, അല്ലെങ്കിൽ സാധനം മേടിക്കാൻ പോകാൻ എന്നൊക്കെ. ഇങ്ങനെ ഞാൻ ഞാനിങ്ങനെ വരുന്നതിന് മുമ്പ് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഓസ്ട്രേലിയ എന്താണ് എന്നൊക്കെ ഒരു ചെറിയ പഠനം നടത്തിയിട്ടാണ് ഓസ്ട്രേലിയക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ സ്ഥലത്തെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് വെറുതെ ഒരു ജോബ് ഓഫർ കിട്ടി ഞാൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റ ജോബ് ഓഫർ കിട്ടിയ ഇതിൽ നമ്മൾ കിട്ടിയ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്ത് തിരിച്ചു പോകേണ്ടി വരും. പ്രത്യേകിച്ച് UK പോലുള്ള ഒരു കൺട്രി. അയർലൻഡിനെ പറ്റിയും കാനഡയെ പറ്റിയൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ അവിടെ പോയിട്ടില്ല. UK ഞാൻ ആയിരുന്നുകൊണ്ട് എനിക്കറിയാം UK എന്താണെന്ന്. അപ്പോൾ UK പോലുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഓസ്ട്രേലിയക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്തേണ്ടി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർക്കും, എൻ്റെ ദൈവം ഇതാണ് ഓസ്ട്രേലിയ, നമുക്ക് തിരിച്ചു പോയേക്കാന്ന്. അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏരിയ പോലെ ഇരിക്കും. ഇപ്പം നിങ്ങൾ സിറ്റിയിൽ താമസിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരുപാട് റീജിയണൽ ഏരിയയിലേക്ക് പോയി കഴിയുമ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് റിഗ്രറ്റ് ചെയ്യും. ഒരു 100%, 99.9% ഞാൻ പറയുന്നത്, നമ്മളൊരു റൂറൽ ഏരിയയിലേക്കൊക്കെയാണ് താമസിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് റിഗ്രറ്റ് ചെയ്യും. കാരണം ചിലപ്പോൾ ഒരുപാട് ദൂരം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ 45 മിനിറ്റൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം ഞാൻ ഓർക്കും, എനിക്കാണെങ്കിൽ ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അത് തന്നെ എനിക്ക് വലിയ ദൂരമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ 45 മിനിറ്റൊക്കെ ട്രാവൽ ചെയ്ത് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത്, ഡ്യൂട്ടിക്ക് വരുന്നത് പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഈ 45 മിനിറ്റൊക്കെ ട്രാവൽ ചെയ്ത് പോകാമെന്ന് പറയുമ്പോൾ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുത്ത് ഒരു ജോലി അപ്ലൈ ചെയ്ത് വരാനായിട്ട്. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓസ്ട്രേലിയ വന്നിട്ട് തിരിച്ചു പോയവർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ അതാണ്. നമ്മൾ എടുക്കുന്ന ഏരിയ അനുസരിച്ചിരിക്കും. നമ്മളൊരു ഒത്തിരി സിറ്റിയിലും അല്ല, ഒരുപാട് റൂറലും അല്ലാത്ത ഒരു മീഡിയം ആയിട്ടുള്ള ഒരു ഏരിയയിൽ വേണം താമസിക്കാൻ തിരഞ്ഞെടുക്കാനായിട്ട്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഏരിയ. നമുക്ക് വേണമെങ്കിൽ ഒരു റീജിയണൽ സിറ്റി എന്നൊക്കെ പറയാം. റീജിയണൽ സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവിധ സാധനങ്ങളും അവിടെ മേടിക്കാൻ കിട്ടും. നമുക്ക് സിറ്റിക്ക് പുറത്ത് പോകണമെന്നില്ല നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട്. അതേപോലെ തന്നെ സ്കൂളുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ചർച്ചസ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളുമുള്ള ഒരു റീജിയണൽ സിറ്റി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UK ആണോ ഓസ്ട്രേലിയ ആണോ നല്ലതെന്നാണ്. അപ്പോൾ UK ആണോ ഓസ്ട്രേലിയ ആണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പ്ലീസ് നിങ്ങൾ ഓസ്ട്രേലിയയും UK തമ്മിൽ കമ്പയർ ചെയ്യരുത്. കാരണം UK ഒരു ചെറിയ കൺട്രിയാണ്. അപ്പോൾ ആ ഒരു കൺട്രിയുടെ ആ ഒരു ഭാഗത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രം അവർക്ക് നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ അതെല്ലാം വെൽ ഡെവലപ്ഡ് ആണ്. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ ഓരോ ഏരിയയും ഓരോ ടൈപ്പാണ്. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതായത് ഇപ്പോൾ മെൽബൺ സിറ്റി പോലെ മെട്രോപൊളിറ്റൻ സിറ്റീസ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഹോർഷം ഒക്കെ പോലെ ഫോർ എക്സാമ്പിൾ പറയുന്നതാണ്. അതേപോലത്തെ ഏറ്റവും ചെറിയ 2-3 വീടുകൾ, 2-3 അല്ല, ഒരു 10-40 വീടുകൾ അല്ലെങ്കിൽ 1-2 കടകൾ മാത്രമുള്ള ഏരിയകളുണ്ട്. അപ്പോൾ തികച്ചും റൂറലായിട്ടുള്ള തികച്ചും വില്ലേജ് ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ മെട്രോപൊളിറ്റൻ സിറ്റീസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, പിന്നെയും ഞാൻ ഊന്നി പറയുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം പോലെ ഇരിക്കും നമ്മൾ ഓസ്ട്രേലിയനെ ഇഷ്ടപ്പെടണോ വേണ്ടയോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഓസ്ട്രേലിയയിൽ വീട് മേടിക്കാൻ എളുപ്പമാണോ?
പൈസ കുറവാണോന്ന്. അപ്പോൾ പൈസ കുറവാണോ എന്ന് ചോദിച്ചാൽ പൈസ കുറവെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഓസ്ട്രേലിയയിലും യു കെയിലൊക്കെ വീടിന് ഏകദേശം സെയിം തന്നെ. പക്ഷെ നമുക്ക് വലിപ്പത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ നമ്മളൊരു 4 ബെഡ്റൂം ഹൗസ് മേടിക്കുന്ന അതേ പൈസയ്ക്ക് നമുക്ക് യു കെയിലൊരു 2 ബെഡ്റൂം ഹൗസ് മേടിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ച്. പക്ഷേ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ ഓരോ ഏരിയയിലും വീടിന് പല വിലയാണ്. ഇപ്പോൾ ബലറാത്തിലുള്ള വിലയായിരിക്കില്ല നിങ്ങൾ ഇപ്പോൾ കുറച്ചങ്ങ് മെൽബണിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിഡ്നി ആ ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വില കൂടുതലായിരിക്കും ക്വീൻസ്ലാൻഡ് ഏരിയയിലൊക്കെ. അപ്പോൾ ഏരിയ സ്പെസിഫിക് ആണ് വീടിൻ്റെ വില. പിന്നെ വീട് മേടിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ യു കെ പോലെ തന്നെ യു കെയിലെ നഴ്സസിൻ്റെ 5% സ്കീമുണ്ട്. ആ ഒരു സെയിം സ്കീം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹെൽത്ത് വർക്കർ ആയതുകൊണ്ട് അല്ലെങ്കിൽ നഴ്സസ് ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട് വീടൊക്കെ മേടിക്കാനായിട്ട്. പിന്നെ നമ്മളിടുന്ന ഡൗൺ പേയ്മെൻറ്റ് അനുസരിച്ചിരിക്കും നമുക്ക് എത്ര പെട്ടെന്ന് വീട് കിട്ടും എന്നുള്ളത്. നഴ്സസിൻ്റെ 5% സ്കീമിൽ നമ്മൾ 5% ഇട്ടിട്ടുണ്ടെങ്കിൽ വീട് കിട്ടത്തില്ല എന്നല്ല, അതിൻ്റെ പേപ്പർ വർക്ക് കുറച്ചുകൂടെ ഹാർഡായിരിക്കും. നമ്മൾ എന്തോരം ഡെപ്പോസിറ്റ് കൂടുന്നുണ്ടോ അത്രയും പേപ്പർ വർക്ക് കുറച്ച് ലൈറ്റായിരിക്കും. അടുത്ത ചോദ്യം സാലറി ബേസ് ചെയ്തിട്ടാണ്. അതായത് ഓസ്ട്രേലിയയിലാണോ യു കെയിലാണോ സാലറി കൂടുതൽ, ടാക്സ് കട്ടിങ് എവിടെയാണ് കൂടുതലെന്ന്. അപ്പോൾ ടാക്സ് കട്ടിങ് ഏകദേശം രണ്ട് കൺട്രിയിലും സെയിം പോലെ തന്നെ എനിക്ക് തോന്നി. പക്ഷേ എന്താണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് കട്ട് ചെയ്യുന്ന പെർസെൻറ്റേജ് സെയിം ആണ് 40%. പക്ഷേ നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ നമ്മുടെ ടാക്സ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ സാലറീനെ അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. നേർപകുതിയായിട്ടല്ല, ഒരു പെർസെൻറ്റേജ് നമ്മുടെ പ്രീ ടാക്സ് എമൗണ്ട് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ആ പ്രീ ടാക്സ് എമൗണ്ട് ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ ബാക്കി വരുന്ന എമൗണ്ടിന് മാത്രമേ നമുക്ക് ടാക്സ് കട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ശതമാനം ടാക്സ് കട്ടിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ വലിയൊരു ശതമാനം പൈസ ഇപ്പോൾ യു കെയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേ ചെയ്യുന്ന 900 പൗണ്ടൊക്കെ എൻ്റെ ടാക്സ് പോയിട്ടുണ്ട്. നമ്മുടെ പേയ്മെൻ്റ് അനുസരിച്ച് 900 പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു $1700 വരും. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്തേക്കുന്നത് $650-700 അത്രയാണ് എൻ്റെ ടാക്സ് ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് എൻ്റെ സാലറി വെച്ചിട്ട്. ഇപ്പോൾ എനിക്ക് 6 years എക്സ്പീരിയൻസേ ഉള്ളൂ, അതിനനുസരിച്ചുള്ള സാലറി ഉള്ളൂ. എനിക്ക് ടോപ്പ് മോസ്റ്റ് സാലറി ഇല്ല. ഏറ്റവും കൂടുതൽ സാലറി വരുന്നത് 8 to 9 years എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ടോപ്പ് മോസ്റ്റ് സാലറി വരുന്നത്. ഈ സാലറിയും ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. വിക്ടോറിയയിൽ കമ്പാരിറ്റീവ്ലി സാലറി കുറവാണ്. ക്വീൻസ്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ സാലറി അവർലി റേറ്റ് വരുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും 2 സാലറിയാണ്. എനിക്ക് തോന്നുന്നു പബ്ലിക്കിലാണ് കുറച്ച് കൂടുതൽ, വലിയ വ്യത്യാസമൊന്നുമില്ല, $1-2 വ്യത്യാസം. പിന്നെ നഴ്സിംഗ് ഹോംസിൽ യു കെയിലും എനിക്ക് തോന്നുന്നു നഴ്സിംഗ് ഹോംസിൽ പൈസ കൂടുതലായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും നഴ്സിംഗ് ഹോംസിൽ റേറ്റ് ഭയങ്കര കൂടുതലാണ്. നഴ്സിംഗ് ഹോംസിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു എമൗണ്ട് സാലറി പെർ അവർ കിട്ടും കമ്പയർ ടു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഈ പ്രീ ടാക്സ് എമൗണ്ട് എന്ന് പറയില്ലേ, അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി പാക്കേജിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സാലറി പാക്കേജിൻ്റെ മണി നമുക്ക് വേണമെങ്കിൽ അത് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ മോർട്ട്ഗേജിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ റെൻറ്റിലേക്കോ ഒക്കെ അത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാലറി പാക്കേജിൽ അവരെ വിളിച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് പൈസ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ അത് ഡിവൈഡ് ചെയ്തിട്ട് ആ ടോട്ടൽ എമൗണ്ടിനെ അവർ ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡ് അവരുടെ തന്നെ ആയിട്ടുള്ളൊരു ഡെബിറ്റ് കാർഡുണ്ട്, ആ ഡെബിറ്റ് കാർഡിലേക്ക് തരും. അപ്പോൾ നമ്മൾ ഈ ബാങ്ക് കാർഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ സാധാരണ നമ്മുടെ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ സാലറി പാക്കേജിങ്ങിൻ്റെ കാർഡ് നമുക്ക് ഉപയോഗിക്കാം. അതിൽ നമുക്ക് മീൽ എൻ്റർടൈൻമെൻറ്റിനുള്ളതും ഡെയിലി ഗ്രോസറിക്കുള്ളതും എമൗണ്ട് അതിൻ്റെ അകത്ത് വരും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ട, നമ്മുടെ ഈ സാലറി പാക്കേജിങ്ങിൻ്റെ പൈസ വെച്ചിട്ട് നമുക്ക് ഡെയിലി നീഡ്സൊക്കെ നടന്നു പോകും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ട്വൈസ് എ വീക്കാണ്. എല്ലാം ഫോർട്ട്നൈറ്റ്ലി ആണ് നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പം സാലറി പെട്ടെന്ന് വരുന്ന പോലെ തോന്നും. പിന്നെ ഡ്യൂട്ടി അവേഴ്സ് 8 hours ആണ്, നാട്ടിലെ പോലെ തന്നെ 8 hour ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫുൾ ടൈം വർക്കർ ആണെങ്കിൽ 80 hours വർക്ക് ചെയ്യണം. ഇല്ല നമുക്ക് പെർമനൻറ്റ് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അതായത് നമുക്ക് 64 hours അല്ലെങ്കിൽ 72 hours ഒക്കെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വർക്ക് ചെയ്യാം. ഇപ്പോൾ വീക്കിലി 2 ഷിഫ്റ്റ് ചെയ്യുന്നവരും മുതൽ വീക്കിലി 4-5 ഷിഫ്റ്റ് ചെയ്യുന്നവർ വരെ ഇപ്പം ഞങ്ങളുടെ വാർഡിലുണ്ട്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഇഷ്ടമാണ്.
എന്തോരം അവർ കുറയ്ക്കാം എന്നുള്ളത്. നമുക്ക് അവർ കുറച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കുറച്ച് വർക്ക് ചെയ്യാം. ഇനിയല്ല നമുക്ക് ക്യാഷ്വലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ്വലായിട്ട് വർക്ക് ചെയ്യുന്നതിന്, അതായത് നമ്മുടെ UK ബാങ്ക് ഷിഫ്റ്റ് എന്ന് പറയില്ലേ, അതുതന്നെ അങ്ങനെ ക്യാഷ്വലായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്യാഷ്വലിന് പേയ്മെൻറ്റ് കൂടുതലാണ്. നല്ലൊരു റേറ്റ് വ്യത്യാസമുണ്ട്. ഏകദേശം ഡബിളോളം വരുന്നത്ര നമുക്ക് ക്യാഷ്വലിന് പോയിട്ടുണ്ടെങ്കിൽ, ക്യാഷ്വൽ ഷിഫ്റ്റിന് പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. അതല്ലാതെ നമുക്ക് ഇനി ഈ 80 അവർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ട്, വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ്വലിന് വേറെ ഹോസ്പിറ്റലുകളിൽ, വേറെ നഴ്സിംഗ് ഹോമുകളിൽ അല്ലെങ്കിൽ ഏജൻസി ഷിഫ്റ്റ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര മണിക്കൂർ വേണേലും വർക്ക് ചെയ്യാം. പിന്നെ അടുത്തൊരു കാര്യം, ഓരോ വർഷത്തെ ആനുവൽ ലീവ് നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ക്രെഡിറ്റ് ആവും. അതായത് ഇപ്പോൾ 2024 ഞാൻ ആനുവൽ ലീവ് ഒന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു 5-6 ലീവ് എടുത്തിട്ടുള്ളൂ, ബാക്കി മുഴുവൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലീവ് 2025 ക്രെഡിറ്റ് ആവും. അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു 2 വർഷത്തെ 3 വർഷത്തെ ലീവൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നേരത്തെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കിട്ടാൻ പാടാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വലിയ ചേഞ്ച് വരത്തില്ല പേയ്മെൻറ്റിൽ. നമുക്ക് ആനുവൽ ലീവ് എടുത്ത് തന്നെ നാട്ടിൽ പോകാൻ പറ്റും, വിത്തൗട്ട് പേയിൽ പോകേണ്ടി വരത്തില്ല. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം UK എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റ് ആ വർഷം തീരുമ്പോഴത്തേനും നമ്മൾ ആനുവൽ ലീവ് എടുത്ത് തീർക്കണം, അല്ലെങ്കിൽ തീർക്കാത്തതിന് പേയ്മെൻറ്റ് കയറും, അങ്ങനെയായിരുന്നു. ഇവിടെ ആ പരിപാടിയില്ല. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്ക് ലീവ് വളരെ കുറവാണ്. സിക്ക് ലീവ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് സർട്ടിഫിക്കറ്റിൽ 3 ദിവസമൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ഡ്രോബാക്ക് തന്നെ. കാരണം UK പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദിവസം വരെ നമുക്ക് വിത്തൗട്ട് സർട്ടിഫിക്കറ്റിൽ സിക്ക് ലീവ് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രോബാക്ക് മാത്രമാണ് എനിക്കിവിടെ ഇഷ്ടപ്പെടാതെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഓസ്ട്രേലിയയിൽ എനിക്കിഷ്ടമാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു പോകണമെന്നൊന്നും എനിക്ക് ആഗ്രഹം തോന്നിയിട്ടില്ല കേട്ടോ. ആ ചോദ്യം ചോദിച്ച ചേട്ടനോടുള്ളതാണ് ഈ ആൻസർ. അടുത്ത ഒരു രസകരമായിട്ടുള്ള കമൻറ്റാണ്, അതിൻ്റെ വേറൊരു വീഡിയോയ്ക്ക് അടിയിൽ വന്നതാണ്. ഹൗ യുവർ കൊളീഗ് ട്രീറ്റ് യു. എൻ്റെ കൊളീഗ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ 0 ടോളറൻസ് ഓഫ് ബുള്ളിയിങ് ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഭയങ്കര റേസിസം ഉണ്ടെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു ശരിക്കും ഇവിടെ വന്ന് വർക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സെലക്റ്റീവായിട്ടാണ് ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തത്. പക്ഷേ ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഓസീസാണ് കൂടുതൽ. ഞങ്ങൾ 3 മലയാളീസാണ് ആകെ ഉള്ളത്. 3 മലയാളീസാണ് ആകെ ഉള്ളതെങ്കിലും ശരിക്കും പറയാണ്ട് എനിക്ക് UK ആ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് എൻവയറമെൻറ്റ് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ സ്പൂൺ ഫീഡിങ് ഇല്ല. നമ്മൾ UK പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി എന്ന് വഴിതെറ്റിപ്പോയി നിന്നിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വന്ന് ചോദിക്കും, അറിയോ ഓക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ ആ പരിപാടിയില്ല. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കണം. അപ്പം നമ്മൾ എവിടെയെങ്കിലും വഴി അറിയാതെ നിൽക്കുകയാണ്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ അതിലൊരാളെ പിടിച്ചു നിർത്തി നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന്. ആരും ഇങ്ങോട്ട് വന്ന് നമ്മളോട് ചോദിക്കത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രീതി അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ തട്ടിയിട്ട് പോയാലും ആരും മിണ്ടാത്തൊരു അവസ്ഥയുണ്ടല്ലോ, ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ. ഇനി അടുത്ത് ജോലി അപ്ലൈ ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ജോലി അപ്ലൈ ചെയ്തതൊരു വലിയ കഥയാണ്. കാരണം ഇതെൻ്റെ 6ാമത്തെ ഹോസ്പിറ്റലാണ്. ഞാൻ അപ്ലൈ ചെയ്തിട്ട് ആ 6 ഹോസ്പിറ്റലിൽ നിന്ന് ആണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത്. എനിക്ക് 6 ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നിരുന്നു. അപ്പോൾ ഞാനത് സ്പെസിഫൈ ചെയ്തൊക്കെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തത് വെസ്റ്റേൺ ഓസ്ട്രേലിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞിട്ട് സെൻറ്റ് ജോൺസ് ഓഫ് ഗോഡ് ബൺബറി, വെസ്റ്റേൺ ഓസ്ട്രേലിയ തന്നെ. അതിനുശേഷമാണ് ഞാൻ ബൂപ്പ കെയ്ൻസ് കൊടുത്തു, അത് കെയർ ഹോമായിരുന്നു. അതിനുശേഷം നമ്മുടെ സെൻറ്റ് ജോൺസ് ഓഫ് ഗോഡ് ഞാൻ പറഞ്ഞില്ലേ. അടുത്തത് ടൗൺസ്വില്ലി, ക്വീൻസ്ലാൻഡിനകത്ത് ടൗൺസ്വില്ലി. പിന്നെ മൾഗ്രേവ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പിന്നെ അവസാനമായിട്ട് കൊടുത്ത വിസ വന്നതിനൊക്കെ ശേഷം ഞാൻ ബലറാത്ത് കൊടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5 സ്ഥലത്തു നിന്നുള്ള ഓഫർ ലെറ്റർ എനിക്ക് ആദ്യം റിസീവ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് മൾഗ്രേവ്, മെൽബൺ അടുത്തുള്ളൊരു സ്ഥലമാണ് മൾഗ്രേവ്, അവിടേക്കാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ പേപ്പർ വർക്കും ഇൻ്റർവ്യൂ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു കേട്ടോ. ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്നോട് ചോദിച്ച ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഞാൻ ഇട്ടേക്കുന്നത്, ആർക്കെങ്കിലുമൊക്കെ റെഫർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിൽ ഏറ്റവും ടഫസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വീൻസ്ലാൻഡ് ഹെൽത്തിൻ്റെ ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. ക്വീൻസ്ലാൻഡ് ഹെൽത്തിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ തീരാനായിട്ട് ഏകദേശം 4 മാസത്തോളം എടുത്തു എനിക്ക് പേപ്പർ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ 4 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുന്നത്.
അതേപോലെ പേപ്പർ വർക്കിൻ്റെ കാര്യത്തിലും കുറേ കോംപ്ലിക്കേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ട്. അതായത് എൻ്റെ ജനിച്ചപ്പം മുതലുള്ള ഇമ്മ്യൂണൈസേഷൻ്റെ ഡേറ്റും അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് ക്വീൻസ്ലാൻഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഓടി നടന്നായിരുന്നു UK-ൽ. ബാക്കി എല്ലായിടത്തെയും പേപ്പർ വർക്ക് എനിക്ക് അത്ര വലിയ ഹെവി ആയിട്ട് തോന്നിയില്ല. ഇവിടുത്തെ ആണെങ്കിലും എനിക്ക് ഒത്തിരി ഹെവി ആയിട്ട് തോന്നിയില്ല. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ പോലീസ് ക്ലിയറൻസും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ബെല്ലറാത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ശരിക്കും വിസ വന്നതിന് ശേഷം ആയതുകൊണ്ട് ഇവിടേക്ക് വേണ്ട ഒട്ടുമിക്ക ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഏരിയ നോക്കിയത് ശരിക്കും ബെല്ലറാത്ത് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു, കാരണം ബെല്ലറാത്ത് കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം അദ്വൈതിന്, എൻ്റെ മോനാണ്, അപ്പോൾ അദ്വൈതിന് ഒത്തിരി ചൂടുള്ള സ്ഥലം പിടിക്കത്തില്ല. അവന് ദേഹത്ത് ഇങ്ങനെ ചൂടുകുരു പോലെ പൊന്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു തണുപ്പുള്ള ഏരിയ നോക്കി തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അങ്ങനെ മെൽബണിൽ നിന്ന് 190 വിസ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ, മെൽബണിൽ നിന്നല്ല വിക്ടോറിയ സ്റ്റേറ്റിൽ നിന്ന് 190 വിസ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബെല്ലറാത്ത് ഹോസ്പിറ്റൽ, എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ബെല്ലറാത്ത് ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ സജസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവളാണ് എനിക്ക് ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ബെല്ലറാത്ത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അഫോർഡബിലിറ്റി കൊണ്ടും എന്താ പറയുക, ഹോസ്പിറ്റലിലേക്കുള്ള നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ഡിസ്റ്റൻസും കൊച്ചിന് പഠിക്കാൻ പോകാനുള്ള സ്കൂളുകളും പള്ളിയും അങ്ങനെ എല്ലാം തന്നെ നമ്മുടെ നമുക്കൊന്ന് ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു വിതിൻ 10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഉള്ളതുകൊണ്ട് എനിക്കൊരു കംഫർട്ടബിൾ സിറ്റി ആയിട്ട് തോന്നി. അങ്ങനെ സെലക്ട് ചെയ്ത് പോകുന്നതാണ് ബെല്ലറാത്തിലേക്ക്. പിന്നെ ഇവിടെ തണുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ബെല്ലറാത്ത് തണുപ്പ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു സ്ഥലമാണ്. നല്ല തണുപ്പുണ്ട്. നമ്മുടെ എന്ന് വെച്ചാൽ UK-യിൽ അത്രയും തണുപ്പൊന്നും ഞാൻ പറയത്തില്ല. UK-യിൽ ഇപ്പോൾ പോർട്സ്മൗത്തിലെ സ്പ്രിങ്ങിൻ്റെയൊക്കെ ഒരു വെതർന്ന് ഞാൻ പറയാം. സ്പ്രിങ്ങിൻ്റെയൊക്കെ ആ സമയത്തുള്ള ഒരു തണുപ്പ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യാറുണ്ട്, കണ്ട സെക്ടറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പോർട്സ്മൗത്ത് നിന്ന് അങ്ങനെയാണ് ഞാൻ ബെല്ലറാത്ത് തിരഞ്ഞെടുത്തത്. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അപ്ഡേറ്റ്സ് വരും, കാണാൻ പറ്റും. മെസ്സഞ്ചർ അയക്കുവാണെങ്കിൽ എനിക്ക് മിക്കതും കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ എനിക്ക് ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുന്നവർ, കാരണം എനിക്ക് അൺനോൺ ആയിട്ടുള്ള ആൾക്കാരുടെ മെസ്സേജസ് കിട്ടാറില്ല. ഫേസ്ബുക്ക് തന്നെ അപ്ഡേറ്റ് തരാറില്ല. ഈവൻ കമൻസിൻ്റെ പോലും അപ്ഡേറ്റ് ഇപ്പോൾ കിട്ടാറില്ല. പിന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ മെസ്സേജ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനലിൻ്റെ പേര് മാറിയത് കുറച്ച് പേരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് കാണുമല്ലോ, ANS ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നാക്കി. കാരണം ലെറ്റ്സ് ക്യാച്ച് ദ ഡ്രീംസ് എന്നായിരുന്നു നമ്മുടെ ചാനലിൻ്റെ പേര്. ഞാൻ ആ പേരിട്ടപ്പം യൂട്യൂബിൽ ലെറ്റ്സ് ക്യാച്ച് ദ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം റീസെൻ്റ്ലി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ലെറ്റ്സ് ക്യാച്ച് ദ ഡ്രീംസ് എന്ന് പറഞ്ഞ് തന്നെ മൾട്ടിപ്പിൾ ചാനൽസ് കിടക്കുന്നു. അപ്പോൾ പേര് മാറ്റാനായിട്ട് ഞാൻ ANS ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നിട്ടതാണ്. എന്ന് പറഞ്ഞാൽ അനീഷൻ അദ്വൈത്, എസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര്. അപ്പോൾ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ പുതിയ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രൊഫഷണൽസിനും ഉള്ളതാണ്. അതാണ് ഓസ്ട്രേലിയയുടെ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഫഷണലാണെങ്കിലും ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ, എനിക്കറിയാവുന്നതാണെങ്കിൽ കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.